അവിടെ കാണിക്കുന്ന സ്വഭാവങ്ങൾ അവരുടെ സ്വഭാവങ്ങളാണ്. ഈ ഒരാഴ്ചയിൽ പെട്ടെന്ന് ഉണ്ടാവും എന്ന് വിചാരിച്ചില്ല. പക്ഷേ എവിക്ഷൻ ഡേയുടെ അന്ന് എന്തോ ഫീൽ ചെയ്തായിരുന്നു പോകും എന്നുള്ളത്. സ്വപ്നത്തിൽ പോലും എപ്പോഴും സ്വപ്നത്തിൽ അവരൊക്കെ തന്നെയാണ്. അപ്പോൾ ഇന്നലെ സോറി അളിയാ, രാത്രി ബുദ്ധിമുട്ടിച്ചത്. അവിടെ എത്താൻ പറ്റി, ചാനലാണോ എയർപോർട്ടിൽ എത്താൻ പറ്റില്ല. ഉമ്മേനെ വിളിച്ചപ്പോൾ ഇപ്പൊ വന്നു വന്നു പറഞ്ഞു. എല്ലാം കഴിഞ്ഞു. അവിടെ എത്താൻ പറ്റില്ല എയർപോർട്ടിൽ. ഒരു 2 വാക്ക് പറഞ്ഞിട്ട് പോവോ? ഇന്റർവ്യൂ ഒന്നും വേണ്ട, എനിക്കൊരു പ്രതികരണം ജസ്റ്റ് കിട്ടാൻ മതി. ചാനലാണോ ഫൈനൽ ന്യൂസ്? ലാൽ സാറിൻ്റെ ബർത്ത്ഡേയുടെ എപ്പിസോഡിൻ്റെ അന്നാണ് ഇറങ്ങാൻ പറ്റി. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട്. അവിടെ പോയിട്ട് ഒരുപാട് ഫ്രണ്ട്സിനെ ഒപ്പിക്കാൻ പറ്റി. പിന്നെ കുറേ കാര്യങ്ങൾ നമ്മളെന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റി. അവിടെ പോകുന്ന എല്ലാവരും അവർ അവിടെ കാണിക്കുന്ന സ്വഭാവങ്ങൾ അവരുടെ സ്വഭാവങ്ങളാണ്. സോ നമ്മുടെ ഉള്ളിൽ എന്തൊക്കെയാണോ അതെല്ലാം വരുന്ന ഒരു വലിയൊരു പ്ലാറ്റ്ഫോമാണ്. നമുക്ക് നമ്മളെ തന്നെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇത്രയും നാളും ഒരു കോമൺ എന്നുള്ള രീതിയിൽ പോയിട്ട് ഇത്രയും നാൾ നിൽക്കാൻ പറ്റിയത് ഏറ്റവും ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരുടെ കൂടെ ടൈം ഒരുപാട് സ്പെൻഡ് ചെയ്യാൻ പറ്റി. ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പോൾ ഭയങ്കര ടയേർഡുമാണ്. ഇതൊരു ചരിത്രമാണ്. കാരണം കോമണറായി പോയിട്ട് ഇത്രയും ദിവസം നിൽക്കുക എന്ന് പറയുന്ന ഒരു ചരിത്രം തിരുത്തി കുറിച്ചിട്ടാണ് റസ്മിൻ ഇങ്ങോട്ട് വരുന്നത്. ഈ എവിക്ഷൻ പ്രതീക്ഷിച്ചിരുന്നോ? എവിക്ഷൻ ഈ ഒരാഴ്ചയിൽ പെട്ടെന്ന് ഉണ്ടാവും എന്ന് വിചാരിച്ചില്ല. പക്ഷേ എവിക്ഷൻ ഡേയുടെ അന്ന് എന്തോ ഫീൽ ചെയ്തായിരുന്നു പോകും എന്നുള്ളത്. അപ്പോഴേക്കും എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് മിസ് ചെയ്യുന്നുണ്ടോ? ഓ തീർച്ചയായും. കാരണം നമ്മൾ ഒരു ലോകം, അത് വേറൊരു ലോകമാണ്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം എനിക്ക് സ്വപ്നത്തിൽ പോലും എപ്പോഴും സ്വപ്നത്തിൽ അവരൊക്കെ തന്നെയാണ്. അപ്പോൾ ഇന്നൊക്കെ ഹോട്ടൽ റൂമിൽ കിടന്നുറങ്ങിയപ്പോഴും സ്വപ്നത്തിൽ അവർ തന്നെയാണ്. അപ്പോൾ അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ കുറച്ച് ടൈം എടുക്കും. പക്ഷെ ഹാപ്പിയാണ്. ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ആരെയാന്ന് വെച്ചാൽ എന്താ പറയും? അവിടെ എനിക്ക് കുറച്ചധികം ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ ഒരാളുടെ പേര് മാത്രം പറഞ്ഞാൽ ശരിയാവില്ല. എനിക്ക് അപ്സര, ജാസ്മിൻ, നോറ, ശ്രീതു, അർജുൻ ഇവരൊക്കെയാണ് എൻ്റെ മെയിൻ ഫേവറേറ്റ്. ഈ സൗഹൃദത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ